ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് ഞങ്ങൾ തപ്പിത്തടഞ്ഞ് പുതിയൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കുവാണ്. നമ്മുടെ ഷാർജ അൽനാദയിലുള്ള ഹാപ്പി ഫാം റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ അറബിക്, ഇന്ത്യൻ, ഫിലിപ്പിനോ, ചൈനീസ് ഇങ്ങനെ എല്ലാ തരത്തിലെ ക്യുസീൻസും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ പുക പോലെ അവരുടെ ഫ്രീസറാണ്. അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഇവിടെ ഈ ചൈനീസ് ഫുഡൊക്കെ കഴിച്ചേക്കുന്നവർക്കറിയാം, നമ്മുടെ ഈ സുഷിയും പിന്നെ മോമോസ്, പിന്നെ എന്താ പറയുന്നത്, ഹോട്ട് പോട്ട്, ഷബു ഷബു, അതായത് ഈ നമ്മൾ സ്വന്തമായിട്ടിട്ട് തിളപ്പിച്ച് വാട്ടിയെടുക്കുന്ന വേവിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാർബിക്യൂ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഒരുപാട് ബൊഫേ ഉണ്ട്, അവർക്ക് ബുഫേ ഉണ്ട്. ബുഫേക്കകത്ത് നമുക്കിങ്ങനെ ബാർബിക്യൂ ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ഐറ്റംസാണ് ആ ഫ്രീസറിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടത്. അല്ലാതെ ഉണ്ട് കേട്ടോ, അല്ലാതെ അവിടെ അരച്ച് വരട്ടി ഒരുപാട് വെച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇന്ന് പോയത് സുഷി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കല്ല, സാമുവേലിന് സുഷി കഴിച്ചേ പറ്റുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ ഒന്ന് പോകാം, അവിടെ ഇപ്പോൾ എന്തോ ഒരു ചെറിയൊരു കോംബോ ഓഫറൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പം ഒരുപാട് ബുഫേക്ക് വേറെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തത്. ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്, അറിയത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ 8 ടൈപ്പാണ്, അത് ഡിഫറെൻ്റ്. അതിൻ്റെ വെജിറ്റബിൾസ് ഉള്ളതുണ്ട്, പിന്നെ ക്രാബ് സ്റ്റിക്ക് വെച്ചതുണ്ട്, അങ്ങനെ പിന്നെ സാൽമൺ വെച്ചതുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സുഷിയാണത്. അപ്പം അതൊക്കെ ഞങ്ങൾക്കൊരു കൗതുകമാണ്. നമുക്ക് ഇത് കാണാനായിട്ട് നല്ല ഭംഗി. ഇതൊക്കെ അരച്ച് വരട്ടി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ബാർബിക്യൂ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇന്ന് വരെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു, പെർ പേഴ്സണ് 59 dirhams. ഇനി അങ്ങോട്ട് കൂടുമായിരിക്കും, ആ ഓഫർ കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്രീസറിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹോട്ട് പോട്ടിനുള്ള ഐറ്റംസാണ്. നമുക്ക് സൂപ്പ് പോലെ കൊണ്ട് വെച്ച് തരും. അതിൻ്റെ അകത്ത് നമുക്ക് നൂഡിൽസും ഈ ഐറ്റംസും ഒക്കെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് നമുക്കിങ്ങനെ വേവിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ എന്തൊക്കെയോ സീ ഫുഡൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പ്രോൺസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. നല്ല ആംബിയൻസ് ആണ്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ടൊക്കെ. നമ്മൾ ആ സുഷി കഴിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ആദ്യത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് മുഴുവൻ കള്ളത്തരം. അത് കാരണം നിങ്ങൾക്കിപ്പം അത് കാണാൻ പറ്റും. കാരണം അതിൻ്റെ 2-3 ടൈപ്പ് സോസ് ഉണ്ട്. സോയ സോസ് ഉണ്ട്, പിന്നെ അല്ലാതെ 1-2 സോസും കൂടെ ഉണ്ട് ഇത് മുക്കി തിന്നാനായിട്ട്. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച ആദ്യത്തെ സോസിൻ്റെ അകത്ത് ഇതെടുത്ത് മുക്കി. അപ്പം ഇത് കഴിക്കുന്നത് നമ്മുടെ ഈ ചോപ്സ്റ്റിക്ക് വെച്ചാണല്ലോ, യാതൊരു പരിചയമില്ല. എന്നാലും ആ ചോപ്സ്റ്റിക്ക് കണ്ടപ്പം ഒരു കൗതുകം തോന്നി. ഞാനൊന്നിത് എടുത്ത് അത് വെച്ചിട്ട് എടുക്കാനായിട്ട് നോക്കി, പക്ഷേ അത് തോറ്റ് പിന്മാറേണ്ടി വന്നു, നടന്നില്ല. പിന്നെ മാത്രമല്ല, ഇത്രയും വില കൊടുത്ത് സാധനം മേടിച്ച് അത് താഴെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ ചോപ്സ്റ്റിക്കിനുമായിട്ടുള്ള ഈ മല്ലയുദ്ധം അവസാനിപ്പിച്ച് കൈകൊണ്ട് തന്നെ അതെടുക്കാനായിട്ട് തീരുമാനിച്ചു. പല ടൈപ്പ് ചോപ്സ്റ്റിക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഇതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു, അത് പൊങ്ങുന്നില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് അത് അനങ്ങുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്തൊക്കെയോ സോസുകളൊക്കെ മയോണൈസ് പോലത്തെ ഒക്കെ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. സാമുവേൽ അതിൻ്റെ ഇടയിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വായിലിട്ട്, സാമുവേലിന് അത് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാൻ അവസാനം എന്നാൽ കിട്ടുന്നതാട്ടെ എന്നുള്ള രീതിയിൽ ഒരെണ്ണം എടുത്ത് ആ ഒരു സോയാ സോസില്ല, ഞാൻ വേറൊരു പച്ച നിറത്തിലെ സോസ് അവിടെ ഇരുന്നേ അതിൻ്റെ അകത്ത് മുക്കി ഞാൻ നേരെ വായിലോട്ട് വെച്ചു. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാവോ? അതായത് ഈ സോസിൻ്റെ അകത്ത് മുക്കിയത് പാളിപ്പോയി. ആ സോസ് എന്തോ ഒരു സോസാണോ, അതൊരുമാതിരി ഒരു നാക്ക് പൊള്ളുന്ന പോലെ ഒരു സോസായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ഞാൻ സോസേ മുക്കിയില്ല, പിന്നെ ഞാൻ സോയാ സോസ് മുക്കി കഴിച്ചു. എനിവേ അതെല്ലാം നല്ലതായിരുന്നു. നമ്മുടെ ഈ ചോറ് ഉരുട്ടിയേച്ച് അതിൻ്റെ അകത്ത് ഈ ഇറച്ചി മീനൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലിംഗ് ആയിരുന്നു അത്. ഈ ഒരു സ്മേളിൽ ഈ സോസ് മയോ ഇട്ടേക്കുന്ന പോലത്തെ എല്ലാം നല്ല ഭംഗിയായി, നല്ലതായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. ഒരു തവണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, ഒരു തവണയെന്നല്ല, ഇഷ്ടമുള്ളവർക്ക് സീ ഫുഡൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ മോശമാണെന്നല്ല, ഞാൻ ആ സോസ് മുക്കിയത് കൊണ്ടുള്ള കുഴപ്പം, ആ സോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് കടയുടെ എൻട്രൻസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.